ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നമ്മൾ NIOSലെ 2024 ഒക്ടോബർ ബാച്ചിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എപ്പോഴാണ് റിസൾട്ട് വരുന്നതെന്നുള്ള വീഡിയോ ഒക്കെ മുമ്പ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒക്ടോബർ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിൽ കിട്ടിയ സമയത്ത് നിങ്ങൾ ചിലരെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ പല ചോദ്യങ്ങളും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് എന്നുള്ള ഒരുപാട് പഠിച്ചു പോയവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്ന് തോന്നിയ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അതുപോലെ തന്നെ ഒരുപാട് പഠിച്ചു പോയിട്ട് പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊന്നും വന്നില്ല എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ എന്താണ്, ഫോക്കസ്ഡ് അല്ലാതെ TMA പോർഷൻസ് ഒക്കെ പഠിച്ചു പോയവരാണ്. അപ്പോൾ TMA പോർഷൻസ് ഒന്നും പഠിക്കരുതെന്നും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് തന്നെ ബിഫക്കേഷൻ സിലബസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും പല സ്റ്റുഡൻസും പഠിച്ചിട്ടുണ്ടാവുക. ഇനി ഇതല്ലാതെ പഠിച്ചു പോയി എക്സാം എഴുതിയിട്ടുള്ള ഒക്ടോബർ ബാച്ചിലെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നന്നായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചവർക്കാണെങ്കിലും ബിഫക്കേറ്റഡ് സിലബസ് അറിയുന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ചോദ്യങ്ങളുടെ ഓരോ ഉത്തരങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വലിയൊരു റിലീഫാണ് അല്ലേ. എത്രത്തോളം നിങ്ങൾ പഠിച്ചെഴുതിയ ഭാഗങ്ങളിൽ നിന്ന് ശരി ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും, ഇപ്പോൾ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് കോമൺ ആണ്, ഹിന്ദി എടുത്തവരുണ്ട്. അപ്പം ഇത്തരത്തിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, SLC നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഴപ്പിച്ച ഈ ചോദ്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എവിടെയാണ് നിങ്ങൾക്ക് പാളിപ്പോയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയുന്നത് നമ്മൾ മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും സോൾവ്ഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലേ. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇത്തവണ ഒരുപാട് ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ NIOS 30 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും മാക്സിമം. പക്ഷേ എന്താണ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്ന സമയത്ത് നിങ്ങൾക്ക് 54, 56 ചോദ്യങ്ങൾ വരെ നീണ്ടു. അത്രയ്ക്കും ചോദ്യങ്ങൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ച് ആൻസേഴ്സ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വന്ന പാളിച്ചകളും നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒക്ടോബർ ബാച്ചിലെ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയാം. ഇനി അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെയുള്ള വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ, അതായത് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡഡ് ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും ഏകദേശം ചെയ്തതാണ്. ഇപ്പം നിങ്ങൾ ഇതല്ലാതെ എടുത്തിട്ടുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ആൻസേഴ്സ് ഇൻക്ലൂഡിംഗ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോസ് പോലെ വേറെ ഏതെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ചെയ്യുമോ എന്നുള്ളത് പല വീഡിയോൻ്റെ കമൻറ്റുകളിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് തരണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്ത് തരേണ്ടത് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ടീം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു വെക്കുക. നമ്മൾ കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് 50ഓളം 54, 56ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള കാരണം വീഡിയോ ലെങ്ത്തും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് ടൈപ്പ്, ലോങ് ആൻസർ ടൈപ്പിൻ്റെ ഒക്കെ ആൻസർ കീസ് മാത്രമേ
പറഞ്ഞു പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ PDF സോൾവ് ആയിട്ടുള്ള PDF നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ PDF വ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലനേഷനൊക്കെ കേട്ടതിന് ശേഷം ആ PDF നിങ്ങൾക്കൊന്ന് കയ്യിൽ കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലേൺ സ്റ്റോറിൽ നിങ്ങൾക്ക് ആ ഒരു PDF അവൈലബിൾ ആണ്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഒരു PDF അവിടെ നിന്ന് ബൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും മിസ് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ലേൺ സ്റ്റോറിൻ്റെ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു റിലീഫാണല്ലേ. എത്രത്തോളം നമ്മൾ ആ ചോദ്യം എഴുതിയത്, ചിലപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടും ഇന്ന് പോലും ചിലപ്പം എന്താ പറയുക, ആ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ എനിക്ക് നന്നായിട്ട് എഴുതായിരുന്നു, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഞാൻ അന്ന് എഴുതിയ ഉത്തരം ശരിയാണോ എന്നുള്ളതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവും. നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനലിൽ എടുക്കുക, വീഡിയോസ് ലിസ്റ്റ് എടുക്കുക, അതിന് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സബ്ജക്റ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ എഴുതിയ ചോദ്യവും ഉത്തരവും എന്ന് പറഞ്ഞുള്ള ടൈറ്റിലാണ് തംബ്നെയിൽ കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീഡിയോസ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നവരെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ എല്ലാം ചെയ്തിട്ടുണ്ട്. സയൻസ് കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആണ് എന്ന് അറിയണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം ഇപ്പോൾ സയൻസ് എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു +2 സയൻസ് NIOSൽ എടുത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, ഇപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കൈ കിട്ടി കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലേ. ഇതിന് എത്ര മാർക്ക് കിട്ടും, എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളതൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. കാരണം എന്താണ്, ഇത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലേ നീറ്റ് എക്സാം ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് പഠിക്കാൻ. ഇനിയിപ്പം ഹ്യൂമാനിറ്റീസ് എടുത്തവരും കൊമേഴ്സ് എടുത്തവരും ഒന്നും എന്താ പറയുക അതുപോലെ അല്ല എന്നല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്കും മുമ്പോട്ടേക്ക് പഠിക്കാനുണ്ടാവും. മുമ്പോട്ടേക്ക് ഒരുപാട് കോഴ്സൊക്കെ എടുത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് ഈ ഒരു +2 എടുക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താണ്, നിങ്ങളുടെ പെർസെൻറ്റേജ് ഒക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഈ വീഡിയോസും ആൻസർ കീസൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആകും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ NIOSൽ ഇനിയിപ്പം എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ വീഡിയോ കാണുന്നത്, എക്സാം എഴുതാൻ പോകുന്നവർക്കാണെങ്കിലും ഈ തവണ 2024 ഒക്ടോബർ ബാച്ചിൽ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്, അതിന് എന്തൊക്കെയാണ് ആൻസർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏരിയാസിലൊക്കെ സബ്ജക്റ്റ് ഏരിയാസിലൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണം, എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനിയിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്, ഒരു അക്കാഡമികളിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, എന്നാൽ ഒരു അക്കാഡമി സപ്പോർട്ട് നിങ്ങൾക്ക് വേണം, റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ വേണം, സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി പ്ലാനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കൗൺസിലേഴ്സ് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ്, അക്കാഡമിയിലൊന്നും ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ഞാൻ പഠിച്ചോളാം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. അത് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ലേൺ സ്റ്റോറിൻ്റെ വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്ന്
സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മളെ ഗൈഡ് ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന വേണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം മെറ്റീരിയൽസ് മാത്രം വെച്ച് പഠിക്കേണ്ടവർക്കും ക്ലാസ് സപ്പോർട്ട് വേണ്ടവർക്കും മെൻ്റർ സപ്പോർട്ട് വേണ്ടവർക്കും എന്ത് തന്നെ NIOSൻ്റെ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.